ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പർ അതായത് 18 ജൂലൈ 2026 നടന്ന 10th പ്രിലിംസ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി ഫുൾ ക്വസ്റ്റ്യനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് എന്താണ്? 67/2026. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പ്രത്യേകത എന്താ? ഇത് ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പറാണ്. എല്ലാവരും എന്തായാലും അറിഞ്ഞിട്ടുണ്ടാവും. മറ്റേ ക്വസ്റ്റ്യൻ പേപ്പർ മാറിക്കൊടുത്ത് വിവാദമായിട്ട് സെക്കൻഡ് സ്റ്റേജ് ക്യാൻസൽ ആയിപ്പോയ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ആ ക്വസ്റ്റ്യൻ പേപ്പറിലെ മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റിയാണ് നമുക്ക് ചെയ്യാം, ഫുള്ള് ഡിസ്കസ് ചെയ്യാവുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഏതാ? ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് എന്താണ്? ബോർഡ് മാസ് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ആദ്യം ബ്രാക്കറ്റിനകത്തുള്ള ചെയ്യണം. 5/5 25, 5 × 5 25 വരും. അപ്പം 50/25 എന്ന് പറയുന്നത് എത്രയാണ്? 2 വരും. അപ്പോൾ ഇത് മൊത്തം പോയിട്ടെന്നാണ് ഈ 2 വരും. അടുത്ത് ചെയ്യേണ്ടത് ഏതാ? അടുത്ത് ചെയ്യേണ്ടത് ഈ പോസ്റ്റാണ്. 5 × 6 ചെയ്യുമ്പോൾ 30 വരും. 30 - 2 28. അപ്പം 22 + 28 എന്ന് പറയുന്നത് എത്രയാണ്? മൊത്തം പോയിട്ട് 15 വരും. ഇനി എന്താണ്? 5600 / 50 ചെയ്താൽ മതി. 5 11 ചെയ്യുമ്പോൾ 55 വരും. 1 റിമൈൻഡർ 2 112 കറക്റ്റ് ആൻസർ. ജസ്റ്റ് എന്താണ് ബോർഡ് മാസ് എന്ന് പറഞ്ഞ് റൂൾ പഠിച്ചു വെച്ചാൽ മതി. എന്താണ്? ആദ്യം ബ്രാക്കറ്റ് ചെയ്തു, അത് കഴിഞ്ഞ് ഓഫില്ല അതുകൊണ്ട് ഡിവിഷൻ ചെയ്തു, പിന്നെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്തു, പിന്നെ അഡീഷൻ ചെയ്തു, സബ്സ്ട്രാക്ഷൻ ചെയ്തു. ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ബ്രാക്കറ്റിനകത്തുള്ള 5 × 5 ചെയ്തു, അത് കഴിഞ്ഞ് ഡിവിഷൻ ചെയ്തു. ആ ഡിവിഷൻ ചെയ്തപ്പം ഈ ഡിവിഷൻ ഒഴിവാക്കിയത് എന്താണ്? ഇത് ബ്രാക്കറ്റിനകത്താണ് കിടക്കുന്നത്. അപ്പം ഈ ബ്രാക്കറ്റിനകത്ത് കിടക്കുന്ന വേണം ആദ്യം പ്രയോറിറ്റി കൊടുക്കാൻ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പം 82ാമത്തെ ക്വസ്റ്റ്യൻ. എം എന്നത് ഹരണത്തെയും n എന്നത് ഗുണത്തെയും q എന്നത് സങ്കലനത്തെയും p എന്നത് വ്യവകലനത്തെയും സൂചിപ്പിച്ചാൽ ഈ തന്നിരിക്കുന്ന സംഭവം എന്താവും എന്നാണ് ചോദിച്ചേക്കുന്നത്. ഇവിടെ ഈ വ്യവകലനം എന്ന് പറയുന്നതാണ്, ഇത് മൈനസ് ആണ്. അപ്പം സങ്കലനം എന്താണ്? ഊഹിച്ചെടുക്കാൻ പറ്റും, പ്ലസ് ആണ്. അപ്പം സങ്കലനം പ്ലസ് ആണെങ്കിൽ വ്യവകലനം മൈനസ് ആണ്, കണ്ടുപിടിക്കാവുന്നുള്ളൂ. ജസ്റ്റ് അതെടുത്ത് അങ്ങോട്ട് എഴുതുക. 125 m ഹരണം /5. q എന്താണ്? q എന്നത് സങ്കലനം പ്ലസ് 6. n എന്നത് എന്താണ്? ഇൻറ്റു 4. p എന്ന് പറയുന്നത് -2. ഇവിടെ എന്താണ്? ഡിവിഷൻ ആദ്യം ചെയ്യണം. അപ്പം 125/5 ചെയ്യുമ്പോൾ എത്രയാണ്? 25 വരും. പ്ലസ് 6 × 4 = 24 - 2. 24 - 2 പോയാൽ എത്രയാണ്? 22 വരും. 47 വരും. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഒരു മിക്സഡ് ഫ്രാക്ഷൻ ആണ്. എങ്ങനെ? 3n1/2 + 1/4 - 2n1/3 എത്രയാണ് വെച്ചേക്കുന്നത്. അപ്പം അതിനെ ഫുൾ എന്താണ്? മിക്സഡ് ഫ്രാക്ഷൻ ഇംപ്രോപ്പർ ഫ്രാക്ഷനിലോട്ട് ആക്കണം. അപ്പം ഇതിനെ എങ്ങനെയാണ് ചെയ്യുന്നത്? എങ്ങനെയാണ് ഇംപ്രോപ്പർ ഫ്രാക്ഷനിലോട്ട് ആക്കുമ്പോൾ 3 × 2 + 1/2 ചെയ്താൽ മതി. ഡിനോമിനേറ്റർ എന്താണ് അത് എഴുതിയാൽ മതി. അപ്പം 3 × 2 = 6 + 1 7/2 വരും. പ്ലസ് 1/4 അങ്ങനെ എഴുതുക. -2n1/3 എങ്ങനെ എഴുതാൻ പറ്റും? 3 × 2 6 വരും. 6 + 1 7 വരും. 7/, അടി കിടക്കുന്ന ഡിനോമിനേറ്റർ അതുപോലെ എഴുതുക 3. അപ്പോൾ ഇവിടെ നോക്കുമ്പം എനിക്ക് എന്താണ്? എല്ലാത്തിനെയും 12ലോട്ടാക്കാൻ പറ്റും. എനിക്കിവിടെ ഒരു × 4 കൊടുത്താൽ മതി. അപ്പം 12 ആവും. ഇവിടെ × 4, ഇവിടെ × 3 കൊടുത്താൽ മതി. ഇവിടെ × 3, ഇവിടെ × 6 കൊടുത്താൽ മതി. ഇവിടെ × 6. അപ്പം മുകളിൽ അത് ഇൻറ്റു ചെയ്യുമ്പോൾ എത്ര? 6 7 42 വരും. ഇവിടെ എന്താണ്? 3 തന്നെ വരും. ഇവിടെ എന്താണ്? 28 വരും. താഴെ എന്താണ്? ഒരു സംശയമില്ല, എല്ലാം 12 തന്നെ വരും. അപ്പം ഇത് കുറയ്ക്കുമ്പോൾ എത്രയാണ് വരുന്നത്? 45 ന്ന് 20 പോയാൽ എത്രയാണ്? 35 25 വരും. 45 ന്ന് 25 പോയാൽ എത്രയാണ്? 45 ന്ന് 25 പോയാൽ എത്രയാണ്? 20 വരും. 20 ന്ന് 3 കൂടെ പോയാൽ എത്രയാണ്? 17 വരും. 17/12 വരും. അപ്പം 17/12 നമുക്ക് ആൻസർ കിട്ടി. പക്ഷേ ഓപ്ഷനിൽ നോക്കുമ്പോൾ അങ്ങനെ ഒന്നും കാണുന്നില്ല. അപ്പോൾ ഇതിനെ എന്താണ്? തിരിച്ച് മിക്സഡ് ഫ്രാക്ഷനിലോട്ടാക്കണം. അതെങ്ങനെയാക്കുന്നത്? ജസ്റ്റ് ഡിവൈഡ് ചെയ്താൽ മതി. 17/12 ചെയ്യുമ്പോൾ എത്രയാണ്?
12 1 ഒരു തവണ പോവും. അപ്പം 1 12 1 12 വരും. പിന്നെ റിമൈൻഡർ എത്രയാണ്? 5 റിമൈൻഡറായിട്ട് വരും. കാരണം 17 12 പോയാൽ 5 വരും. ബാക്കി എന്താണ്? ആ 5 എന്താണ് 12 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പം 1 and 5/12 ആണ് കറക്റ്റ് ആൻസർ. 1 and 5/12 ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ എന്താ 1/3ക്കും 3/5നും ഇടയിലുള്ള ഭിന്നസംഖ്യ എത്രയാണെന്ന് ചോദിച്ചേക്കുന്നത്. എന്താണ് ജസ്റ്റ് ഒരൊറ്റ നോട്ടത്തിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. കാരണം 1/3യുടെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 0.33 ആണെന്ന് നമുക്കറിയാം. 0.333 എന്ന് പറഞ്ഞ് അങ്ങനെ പോകും. ഇനി 3/5ൻ്റെ എത്രയാണ്? 1/5ൻ്റെ നമുക്കറിയാം. 1/5ൻ്റെ 0.2 ആണെന്നറിയാം. 0.20. അപ്പം 2/5 എന്ത് വരും? 0.40 വരും. 3/5 എന്ന് പറയുന്നത് എത്രയാണ്? 0.60 വരും. അപ്പം 3/5 എന്നത് 0.60 ആണ്. അപ്പം ഇതിനിടയ്ക്കുള്ള വാല്യൂ ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഇപ്പോൾ 1/2 എത്രയാണ്? അത് 0.50 ആയി. അത് ഇതിനിടയ്ക്ക് വരും. 0.4 എന്താണ്? അല്ല 1/4 എന്താണ്? അത് 0.25 ആണ്. അത് ഇതിനിടയ്ക്ക് വരുമോ? ഇതിനിടയ്ക്ക് വരത്തില്ല. ഇനി 2/3 എന്താണ്? 1/3 0.33 ആണെങ്കിൽ 2/3 എന്തായിരിക്കും? 0.66 ആയിരിക്കും. 0.66 ആയിരിക്കും. അപ്പം 2/3 വരത്തില്ല. ഇനി 3/4 എന്താണ്? 3/4, അതായത് 0.75 വരും. 1/4 0.25 ആണെങ്കിൽ 3/4 എന്തായിരിക്കും? 0.75 ആയിരിക്കും. ഇതിനിടയ്ക്ക് വരുന്ന ഏക സംഖ്യ ഏതാണ്? 1/2 ആണ്. ഇനി 85ാമത്തെ ചോദ്യം ചെയ്യാം. അപ്പം സിംപ്ലിഫൈ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. ഇത് ചെയ്യാൻ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്താണ്? എല്ലാം ഇപ്പം ഇവിടെ പോയിന്റ് കഴിഞ്ഞ് എത്ര സ്ഥാനമുണ്ട്? 1 2 3 സ്ഥാനമുണ്ട്. അപ്പം ഏറ്റവും കൂടുതൽ വന്നേക്കുന്നത് 3 സ്ഥാനം. അപ്പം എല്ലാത്തിനും എന്താണ്? എല്ലാത്തിനും ഒരു 1000 കൊണ്ടങ്ങ് മൾട്ടിപ്ലൈ ചെയ്തോളാം. അപ്പം എല്ലായിടത്തെയും പോയിന്റ് അങ്ങ് നോക്കും. അപ്പം ഇവിടെ 0.2 × 1000 ചെയ്യുമ്പോൾ എത്ര? 200 വരും. ഇൻറ്റു 0.03 × 1000 ചെയ്യുമ്പോൾ എത്രയാണ്? ഇത് 1 2 3, അതായത് 30 എന്ന് വരും. ഇൻറ്റു 4 ചെയ്തോളാം. അപ്പോൾ എത്ര? 3 4 12 കഴിഞ്ഞ് 3 0 ഇൻറ്റു 4. സോറി, 3 2 6 വരും. 6 കഴിഞ്ഞ് എത്രയാണ്? 3 0 ഇൻറ്റു 4. 6 4 24 ഇട്ടിട്ട് ആ 3 0 ഇട്ട് കൊടുക്കുക. ഇനി ഡിവൈഡഡ് ബൈ എത്ര 1000 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു? 1 2 3. ആ 3000 കൊണ്ടങ്ങ് ഡിവൈഡ് ചെയ്താൽ മതി. ഇപ്പം എന്താ സംഭവിക്കുക? ഇത്രയും പോയി. ഇവിടുന്ന് 3 ഭാഗം ഇങ്ങോട്ട് പോയിന്റ് വരും. ഇപ്പം 0.24 വരും. പിന്നെ എന്താണ്? ഒരു 3 പോയിന്റ് കൂടെ ഇങ്ങോട്ട് വരും. അപ്പം 3. ഇതാണ് കറക്റ്റ് ആൻസർ. പോയിന്റ് കഴിഞ്ഞ് 4 0 കഴിഞ്ഞ് 24. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? 3250 ആയിരിക്കും അല്ലേ? ഓക്കെ, 3250 ഇവിടെ ചെയ്തിട്ടേക്കുന്നത്. അപ്പം 3250 രൂപയ്ക്ക് ഒരു ഉൽപ്പന്നം വിൽക്കുമ്പോൾ അയാൾക്ക് എത്രയാണ്? 750 രൂപ ലാഭം ലഭിക്കുന്നുവെങ്കിൽ ലാഭശതമാനം എത്രയാണെന്ന് ചോദിച്ചേ. ഈ 3250 രൂപ എന്ന് പറയുന്നത് സെല്ലിംഗ് പ്രൈസ് ആണ്. ഇവിടെ എന്താണ്? പ്രോഫിറ്റ് നമുക്ക് തന്നിട്ടുണ്ട് 750 തന്നിട്ടുണ്ട്. അപ്പം 3250 750 കുറച്ചാൽ 2500 കിട്ടും. ഇതാണ് കോസ്റ്റ് പ്രൈസ്. ലാഭശതമാനം കാൽക്കുലേറ്റ് ചെയ്യുന്നപ്പോഴും എപ്പോഴും കോസ്റ്റ് പ്രൈസില്ല. അപ്പം ലാഭം കിട്ടി എത്ര? 750 രൂപ ലാഭം കിട്ടി. എത്രയിൽ? 2500 ഇൻറ്റു 100 ചെയ്തോളുക. അതായത് എന്താണോ ലാഭം കിട്ടിയത് ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100. 750/25 ചെയ്യുമ്പോൾ എത്രയാണ്? 30 എന്ന് കിട്ടും. 30 ലാഭശതമാനം. ഇപ്പോൾ ഇവിടെ എന്താ? ഒരു ക്ലാസ്സിൽ പരീക്ഷ കിട്ടും. അപ്പം 20 കുട്ടികളുടെ ഗണിതത്തിൻ്റെ ശരാശരി എന്ന് പറഞ്ഞാൽ തന്നെങ്കിൽ എത്ര? 75 ആയിരുന്നു. എന്നാൽ ഒരു കുട്ടിയുടെ മാർക്ക് 50 പകരം 60 എടുത്തു. 60
തെറ്റായി രേഖപ്പെടുത്തിയിരുന്നു എങ്കിൽ ആ ക്ലാസ്സിലെ കുട്ടികളുടെ ഗണിതത്തിൻ്റെ ശരാശരി എത്ര മാർക്കെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ആവറേജ് എന്ന് പറയുന്നത് എത്രയാണ്? ടോട്ടൽ സം ബൈ നമ്പർ ഓഫ് ഐറ്റംസ് ആണ്. ഇവിടെ നമ്പർ ഓഫ് ഐറ്റംസ് എത്രയാണ്? 20 നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ സമ്മ് കാണാൻ എന്താണ് നമ്പർ ഓഫ് ഐറ്റംസ് ഇൻറ്റു ആവറേജ് ചെയ്താൽ മതി. ഇപ്പോൾ നമുക്കിവിടെ ആവറേജ് തന്നിട്ടുണ്ട് എത്രയാണ്? 75 മാർക്കാണ് തന്നിട്ടുണ്ട്. അപ്പോൾ 20 × 75 ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ സമ്മ് കിട്ടും. അപ്പോൾ എത്രയാണ്? 1500 എന്നാണ് സമ്മ് കിട്ടുക. അപ്പം ഈ 1500 എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? ആ ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേരുടെ എല്ലാവരുടെയും മാർക്കെല്ലാം കൂടെ കൂട്ടുന്നതാണ്. ഇനി എന്താണ് നമുക്ക് തന്നേക്കുന്ന കണ്ടീഷൻ? ഒരു 50-ന് പകരം 60 എന്ന് ആണ് എടുത്തത്. അപ്പോൾ 50-ന് പകരം 60 എന്ന് എടുത്തപ്പോൾ 1500 കിട്ടി. അങ്ങനെയാണെങ്കിൽ ഈ 1500-ന് 10 കുറയ്ക്കുകയല്ല വേണ്ടേ, കാരണം ഇവിടെ 10 കൂടിയാണ് കിടക്കുന്നത്. അപ്പം ഈ ടോട്ടൽ സമയം 10 കുറയ്ക്കുക വേണ്ട. അപ്പോൾ 1490 വരും. ഡിവൈഡഡ് ബൈ കുട്ടികളുടെ എണ്ണത്തിൽ ചേഞ്ച് ഒന്നുമില്ല, 20 തന്നെ. അപ്പം 149/2 ചെയ്യുമ്പോൾ എത്രയാണ്? 74.5. ഓപ്ഷൻ എ ആണ് വരിക. ഇനി 88ാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ഒരു ക്ലാസ്സിൽ എല്ലാ കുട്ടികളും കൂടി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 2401 രൂപ സംഭാവന നൽകി. അതായത് ആ ക്ലാസ് മൊത്തം കൂടെ പിരിച്ചെടുത്തേക്കുന്ന പൈസയാണ് 2401 രൂപ. ഇനി ക്ലാസ്സിലെ ആകെ കുട്ടികളുടെ എണ്ണം എത്രയാണോ അത്രയും തുകയാണ് ഓരോ കുട്ടിയും സംഭാവന നൽകിയത് എങ്കിൽ ഒരു കുട്ടി നൽകിയ സംഭാവന എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് എന്താണ് കുറച്ച് കൺഫ്യൂഷൻ ആയിട്ട് തോന്നുമെങ്കിൽ ജസ്റ്റ് എന്താണ് ഈ 2401 എന്ന് പറയുന്നത് പെർഫെക്റ്റ് റൂട്ടാണ്. ഇത് റൂട്ട് എടുത്താൽ ശരിക്കും ആൻസറായി 49 വരുന്നത്. ആർക്കും ക്വസ്റ്റ്യൻ വായിച്ചപ്പോൾ തന്നെ ഒരുപക്ഷെ മനസ്സിലായി കാണും. കാരണം ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്ന് പറയുന്നത് n എടുത്തോളൂ ഇൻറ്റു ഒരു കുട്ടി ഇടുന്ന പൈസ അത് എത്ര തന്നെയാണ്? n തന്നെയാണ്. കാരണം ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എത്രയാണോ അത്രയും തന്നെയാണ് ഒരു കുട്ടി ഇടുന്നതെന്ന് നമുക്കിവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ n × n എന്ന് പറയുന്നത് n² വരും. ആ n² വാല്യൂ ആണ് 2401 എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത്. അപ്പോൾ n കാണാൻ എന്താണ്? അതിൻ്റെ റൂട്ട് എടുത്തിട്ടാൽ മതി. 2401 റൂട്ട് എടുക്കുമ്പോൾ എത്രയാണ്? 49 എന്ന് കിട്ടും. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ജസ്റ്റ് ഞാൻ ഒന്നുകൂടെ പറയാം. അതായത് ഒരു കുട്ടി ഇടുന്ന പൈസ ഇൻറ്റു മൊത്തം എത്ര കുട്ടികളുണ്ട് അത് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ടോട്ടൽ സമ്മ് 2401 എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ടോ അത്രയും പൈസ തന്നെയാണ് ഒരു കുട്ടി ഇടുന്നത് പറഞ്ഞിരിക്കുന്നത്. അപ്പം എന്താണ്? ഇത് രണ്ടും ഈക്വൽ ആവും. അപ്പോൾ ഇത് ടോട്ടൽ നമ്പർ ഇൻറ്റു ഒരു കുട്ടി ഇടുന്ന പൈസ അത് രണ്ടും ഈക്വൽ ആയതുകൊണ്ട് n × n എടുത്ത് n² ആയി. n² വാല്യൂ എന്ന് പറഞ്ഞാൽ 2401 ആണ്. അപ്പോൾ n വാല്യൂ എന്ന് പറയുന്നത് √2401 49 ആണ് കറക്റ്റ് ആൻസർ. ഇവിടെ എന്താ? ഈ പുള്ളിക്കാരിയുടെ 42, 49, 63 മീറ്റർ നീളമുള്ള 3 റബ്ബർ ബാൻഡുകളുണ്ട്. ഇതിനെ എന്താണ്? ഒരേ നീളമുള്ള റബ്ബർ കഷ്ണങ്ങളായിട്ട് മുറിച്ചാൽ കിട്ടുന്ന ഓരോ കഷ്ണത്തിൻ്റെ നീളം എത്രയെന്ന് ചോദിച്ചിരിക്കുന്നു. എന്താണ്? 42, 49, 63 HCF അങ്ങ് എടുത്താൽ മതി. കാരണം ഇതിനകത്തുനിന്ന് മൂന്നിനകത്തുനിന്നും കോമൺ ആയിട്ട് ഒരേ നീളമുള്ളൊരു സാധനം മുറിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. അത് കോമൺ ഫാക്ടർ ആയിരിക്കണം, അത് ഹയസ്റ്റ് ആവണം. അപ്പം ഹയസ്റ്റ് കോമൺ ഫാക്ടർ HCF കണ്ടുപിടിച്ചാൽ മതി. ഇതിൻ്റെ HCF ഒക്കെ കണ്ടുപിടിക്കാൻ പറ്റുന്നത് 6, 7, 42, ഇനി 7, 7, 49, 7, 9, 63. ഇതിനകത്ത് എന്താണ്? എല്ലാം 7 കോമണാണ്. അപ്പം ഇതിൻ്റെ ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്താണ്? 7 മനസ്സിലായി. 7 മീറ്റർ കഷ്ണങ്ങളാണ് ഇതിനകത്ത് 3 എണ്ണത്തിലും ഒരുപോലെ മുറിച്ചെടുക്കാൻ പറ്റുന്ന അളവ്. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി 7 കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഈ പുള്ളി എന്താണ്? തൃശ്ശൂരിൽ നിന്ന് കോഴിക്കോട്ടേക്ക് 100 കിലോമീറ്റർ വേഗത്തിൽ തിരിച്ചെന്താണ് 60 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിച്ചെങ്കിൽ യാത്രയിലെ ശരാശരി വേഗം എത്രയെന്ന് ചോദിച്ചേക്കുന്നത്. സ്ഥിരം ചെയ്യുന്ന ചോദ്യമാണ്, ടെക്സ്റ്റ് ബുക്ക് ചോദ്യമാണ്. 2 × 100 × 60/100 + 60. ഇക്വേഷൻ എന്താ വരുന്നത്? എയും ബിയും സ്പീഡാണെങ്കിൽ 2AB/A + B. ഏത് കേസിൽ?
അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്റ്റൻസ് സെയിം ആണെങ്കിൽ ഇയാളെന്താണ് തൃശ്ശൂരിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പോയി അവിടെ നിന്ന് തിരിച്ചു വന്നു. രണ്ട് കേസിലും ഡിസ്റ്റൻസ് സെയിം ആണ്. അങ്ങോട്ട് പോയ ദൂരം തന്നെയാണ് തിരിച്ചു വന്നത്. പക്ഷേ രണ്ടും വ്യത്യസ്ത സ്പീഡിൽ അങ്ങോട്ട് പോയത് ഒരു സ്പീഡിൽ, ഇങ്ങോട്ട് വന്ന വേറെ സ്പീഡിൽ. അപ്പം ഉപയോഗിക്കേണ്ട ഇക്വേഷൻ 2ab/a+b ചെയ്താൽ നമുക്ക് ആവറേജ് ഇത് കിട്ടും. അപ്പം ഇത് ചെയ്യുമ്പോൾ എത്രയാണ്? 120 എന്ന് വരും. 120 × 100 ചെയ്യുമ്പോൾ എത്രയാണ്? 12,000 വരും. താഴെ എന്താ? 160 വരും. ഇവിടെ 1200/16 ചെയ്യുമ്പോൾ എത്ര വരുന്നത്? 75 എന്ന് വരും. ഓപ്ഷൻ ഡി 75 കിലോമീറ്ററാണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. 91ാമത്തെ ക്വസ്റ്റ്യൻ ഉണ്ടാവും. 1നും 100നും ഇടയിലുള്ള ഇരട്ടസംഖ്യകളുടെ തുക എത്രയാണെന്ന് ചോദിച്ചു. അപ്പോൾ ഇവിടെ എന്താണ്? 2, 4, 6, 8 ഇങ്ങനെ പോകും. അപ് ടു എത്രയാണ്? 100 വരെ. അപ്പം മൊത്തം എത്ര സംഖ്യ ഉണ്ടാവും? മൊത്തം 50 സംഖ്യ ഉണ്ടാവും. അപ്പം ഇരട്ട സംഖ്യകളുടെ തുക കാണാൻ എന്താ ചെയ്യണ്ടേ? ഇക്വേഷൻ എന്ന് പറയുന്നത് n × n+1, അതായത് 50 × 51 വരും. എത്രയാണ്? 2550. ഓപ്ഷൻ ബി വരും. ഇനി ഇവിടെ n × n+1 എന്ന് പറയുന്ന ഇക്വേഷൻ അറിയത്തില്ലെങ്കിലും കുഴപ്പമില്ല. എന്താണ്? 2, 4, 6, 8 എന്ന് പറയുന്നത് ഇതിനൊരു AP ആയിട്ട് എടുത്തോളാം. ഫസ്റ്റ് ടേം എ എന്ന് പറയുന്നത് 2 വരും. ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് എന്താണ്? L ആയിട്ട് കൊടുക്കുക. അപ്പം ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും കോമൺ ഡിഫറൻസ് പറയുകയാണെങ്കിൽ സമ്മ് കാണാനുള്ള ഇക്വേഷൻ എന്താ? n/2 × a+l ചെയ്താൽ മതി. അതായത് എന്നിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 50 വരും. അപ്പം 50/2 × a+l, 2 + 100. അപ്പം 100ഉം 2ഉം 102. 102ൻ്റെ പകുതി എടുക്കുമ്പോൾ എത്രയാണ്? 51 എന്ന് വരും. 50 × 51 നമുക്ക് എന്താണ്? 2550 തന്നെ പിന്നെയും കിട്ടും. ഇനി ഇവിടെ ഈ n എന്നുള്ളത് എന്താണ്? നമുക്ക് അറിയില്ലാന്ന് വെക്കുകയാണെങ്കിൽ, അറിയില്ലാന്ന് എടുക്കുകയാണെങ്കിൽ n കണ്ടുപിടിക്കാനുള്ള മാർഗം എന്താ? ലാസ്റ്റ് ടൈം എടുക്കുക മൈനസ് ഫസ്റ്റ് ടൈം ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസ് d +1 ചെയ്താൽ മതി. അപ്പോൾ ഇവിടുത്തെ കേസ് എടുക്കുമ്പോൾ ലാസ്റ്റ് ടൈം എത്രയാണ്? 100 - 2 വരും. 98 ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസ് എത്രയാണ്? 2 + 1. അപ്പോൾ 98 ഡിവൈഡ് ബൈ 2 ചെയ്യുമ്പോൾ എത്രയാണ്? 49 കിട്ടും. 49 + 1 എന്ന് പറയുന്നത് 50. നമുക്കിവിടെ 50 ഓൾറെഡി അറിയായിരുന്നു. ഇതിൻ്റെ വാല്യൂ 50 വരുന്നു. കാരണം 1 തൊട്ട് 100 വരെയുള്ള സംഖ്യയിൽ 50 ഓഡ് നമ്പറും 50 ഈവൻ നമ്പറുമാണ് അറിയാവുന്നത്. നമ്മൾ n കണ്ടുപിടിക്കുന്ന കാര്യം വന്നില്ല. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇതിനകത്ത് ഓഡ് വൺ ഔട്ട് ഏതാണെന്ന് ചോദിച്ചേക്കുന്നത് തന്നിരിക്കുന്ന ഓപ്ഷൻ. ചുമ്മാ നോക്കുമ്പോൾ തന്നെ അറിയാം. 120, 170, 145 എന്ന് പറയുന്നത് എന്താണ്? എല്ലാം 5ൻ്റെ മൾട്ടിപ്പിളാണ്. 101 മാത്രമാണ് 5ൻ്റെ മൾട്ടിപ്പിൾ അല്ലാത്തുള്ളൂ. 101 കറക്റ്റ് ആൻസർ. ഇവിടെ 93ാമത്തെ ക്വസ്റ്റ്യൻ ഉണ്ടായി. ക്ലോക്ക് എന്ന് പറയുന്ന ഒരു സംഭവത്തിനെ ഇങ്ങനെയാക്കി എഴുതി. അങ്ങനെയാണെങ്കിൽ വാച്ചിനെ എങ്ങനെ എഴുതാമെന്നാണ് ചോദിച്ചേക്കുന്നത്. സിസ്റ്റം എഴുതുക CLOCK X. ഇവിടെ ഇതെല്ലാം എന്താണ്? ഇൻവേഴ്സ് ചെയ്തേക്കുക. അതായത് സിയുടെ നമ്പർ എത്രയാണ്? 3, L 12, A എന്താണ്? 15, C 3, K 11. ഇനി ഇതെല്ലാം എന്താണ്? 24, 15, 12, 24, P എന്താണ്? 16. ഇത് എല്ലാം ഇൻവേഴ്സ് ചെയ്തേക്കുക. അതെങ്ങനെ കണ്ടുപിടിക്കും? 24 3 കൂടെ കൂട്ടിയാൽ 27 വരും. ഇവിടെ 27 വരും. ഇവിടെ 27 വരും. ഇവിടെ 27 വരും. 27 വരും. ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ മീൻസ് 3
24 കൂടെ കൂട്ടി 27 വരും, 12, 15 കൂടെ കൂട്ടി 27 വരും, 15ഉം 12 കൂടെ കൂട്ടി 27 വരും, 24, 3 കൂടെ കൂട്ടി 27 വരും, 11, 16 കൂടെ കൂട്ടി 27 വരും. അപ്പം ഇവിടെ എയുടെ ഇൻവേഴ്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്ര Z ആവും, ബിയുടെ ഇൻവേഴ്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ X ആവും, സിയുടെ ഇൻവേഴ്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്, സോറി ഇതാണ് XYZ. ഇങ്ങനെയാണ് ഇൻവേഴ്സ് പെയർ വരുന്നത്. നമ്മളോട് ചോദിച്ചേക്കുന്നതാ WATCH എന്നാണ് ചോദിച്ചേക്കുന്നത്. നമ്മൾ വാച്ചിൻ്റെ ഇൻവേഴ്സ് പെയർ എടുക്കുമ്പോൾ എങ്ങനെയാണ് 23, 1, 20, 3, 8. 23ൻ്റെ കൂടെ എന്ത് കൂട്ടിയാലാ 27 വരില്ല, 4 കൂട്ടണം, അപ്പം D വരും. ഇനി എയുടെ ഇൻവേഴ്സ് പെയർ എന്താണ്, Z ആണ്. 20ൻ്റെ കൂടെ എന്താണ് 7 കൂട്ടണം, 7 എന്ന് പറയുന്നത് G ആണ്. ഇനി 3ൻ്റെ കൂടെ എന്താണ് 24 കൂട്ടണം, 24 എന്ന് പറയുന്നത് എന്താണ് X ആണ്. ഇനി H എന്ന് പറയുന്നത് 8 ആണ്. 8ൻ്റെ കൂടെ എന്ത് കൂട്ടണം 19 കൂട്ടണം. 19 എന്ന് പറയുമ്പോൾ എത്രയാണ്, Tക്ക് താഴെ വരും, എന്താണ് S ആണ്. അപ്പം ആൻസർ എത്ര വരുന്നത് DZGXS ആണ്. ഓപ്ഷൻ D ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. 94. ഇവിടെ എന്താ 35 റിലേറ്റഡ് ടു 217 ആണ്. ആ സെയിം ഓപ്പറേഷൻ ചെയ്യുമ്പോൾ 63 റിലേറ്റഡ് ടു എന്താ വരുന്നതെന്ന് ചോദിച്ചു. ഇവിടെ 35 എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റുന്നത്, 35 6² - 1 എന്ന് എഴുതാൻ പറ്റും. അതുപോലെ 217 എനിക്ക് കണ്ടപ്പോൾ എന്താണ് 6ൻ്റെ തന്നെ 6³ + 1 എന്നുമാണെന്ന് മനസ്സിലായി. ഇനി അതേസമയം എനിക്കിവിടെ 63 കണ്ടപ്പോൾ എന്താണ് ഇത് 8² - 1 ആണെന്ന് മനസ്സിലായി. അപ്പം ലോജിക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇത് ഇങ്ങനെ വരും. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താ വരുന്നത് 8³ + 1 വരും. 8³ എത്രയാണ്, 8³ 512 ആണ്. 512 + 1 ആയതിന് 513 ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ ചോദ്യം പറഞ്ഞിരിക്കുന്നത് 5 വർഷം മുമ്പ് രാധയുടെയും സീതയുടെയും പ്രായം എന്ന് പറയുന്നത് ബിഫോർ ആട്ടോ. 5 വർഷം മുമ്പ് രാധയുടെയും സീതയുടെയും പ്രായങ്ങളുടെ റേഷ്യോ എന്ന് പറയുന്നതാണ് രാധയുടെ പ്രായം സീതയുടെ 3 മടങ്ങാന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം 1:3 എടുക്കുക. ഇനി 3 വർഷം കഴിയുമ്പോൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആഫ്റ്റർ 3 years വരുമ്പോൾ എന്താണ് ഇത് 2 മടങ്ങാവും. എന്നാൽ സീതയുടെ ഇപ്പോഴത്തെ വയസ്സ് എത്രയാണെന്ന് ചോദിച്ചാൽ നമുക്ക് സീതയുടെ എന്താ 5 വർഷം മുമ്പത്തെ വയസ്സ് കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ കൂടെ 5 കൂട്ടാം. അപ്പം സീതയുടെ 5 വർഷം മുമ്പത്തെ വയസ്സെന്ന് പറയുന്നത് 1 ആണ്. അപ്പം അതെടുത്ത് എഴുതിക്കോളാം. 1 ഇൻറ്റു ഓപ്പോസിറ്റ് കിടക്കുന്ന റേഷ്യോ 2:1. അതിൻ്റെ ഡിഫറൻസ് 2നും 1 പോയ എത്രയാണ് 1 ആണ്. ഇൻറ്റു ഇവിടെ 5 വർഷം ബിഫോറും ഇത് 3 വർഷം ആഫ്റ്ററും. അപ്പം 5ഉം 3 കൂടെ കൂട്ടുമ്പോൾ എത്ര 8 വരും. ഡിവൈഡഡ് ബൈ ഇനി ഒന്നും ചെയ്യണ്ട, ഇത് ഇൻറ്റു ഇത് മൈനസ് ഇത് ഇൻറ്റു ഇത് ചുമ്മാ ക്രോസ് ചെയ്താൽ മതി. അപ്പം 3 × 1 മൈനസ് 2 × 1 പറഞ്ഞാൽ 1 വരും. ഇത് ചെയ്യുമ്പോൾ എത്ര 8 എന്ന് കിട്ടും. ഇത് സീതയുടെ 5 വർഷം മുമ്പത്തെ ഏജാണ്. ഇനി അപ്പോൾ സീതയുടെ ഇപ്പോഴത്തെ ഏജ് കിട്ടണമെങ്കിൽ ഇതിൻ്റെ കൂടെ എന്താണ് +5 ചെയ്യണം. 8ഉം 5ഉം കൂടെ കൂട്ടുമ്പോൾ 13 എന്ന് കിട്ടും. ആൻസർ എന്നാണ് ഓപ്ഷൻ D 13 ആണ് കറക്റ്റ് ആൻസർ. ഇനി ഈ മെത്തേഡ് തന്നെ എന്താണ് ഇത് രാധയ്ക്കും വർക്ക് ചെയ്യും. അതായത് 3 ഇൻറ്റു ഓപ്പോസിറ്റ് കിടക്കുന്ന റേഷ്യോയുടെ ഡിഫറൻസ് അത് എത്ര 2 - 1 1 ഇൻറ്റു 8 ഡിവൈഡഡ് ബൈ എന്താണ് താഴെ 1 തന്നെ വരും. അപ്പം 8 3 24 ആണ് 5 വർഷം മുമ്പ് രാധയുടെ ഏജ്. അതിൻ്റെ കൂടെ 5 കൂട്ടുമ്പോൾ രാധയുടെ പ്രസൻറ്റ് ഏജ് കിട്ടും. പുള്ളിക്കാരത്തിൻ്റെ ഇപ്പോഴത്തെ ഏജ് എത്രയാണ് 29 ആണ്. ഇനി ഈ ഇക്വേഷൻ ബിഫോർ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ, അല്ല ആഫ്റ്ററും വർക്ക് ചെയ്യും. ഇപ്പം ഇവിടെ ഈ 3ക്ക് പകരം ഇവിടെ 2 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് രാധയുടെ ആഫ്റ്റർ 3 yearsലെ റേഷ്യോ എടുക്കുകയാണെങ്കിൽ
3 വർഷം കഴിയുമ്പോൾ ഉള്ള രാധയുടെ ഏജ് കിട്ടും. ഞാൻ പറഞ്ഞ ആ ഫോർമാറ്റ് മാത്രം ഓർത്തിരുന്നാൽ മതി. ഇപ്പോൾ ഇക്വേഷനൊന്നും ഒന്നും എഴുതേണ്ട കാര്യമില്ല. ഈ റേഷ്യോ എടുത്തെഴുതുന്ന ഫോർമാറ്റും അത് ചെയ്യുന്ന ഈ ഷോർട്ട് കട്ട് മെത്തേഡും കൂടെ ഓർത്തിരിക്കുകയാണെങ്കിൽ സംഭവം സെറ്റാണ്. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. 96ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ജസ്റ്റ് സിംപ്ലിഫൈ ചെയ്ത് വിട്ടാൽ മതി. അപ്പം ആദ്യം എന്താണ് ഇവിടെ ഈ ബ്രാക്കറ്റിനകത്തുള്ള സംഭവം ചെയ്യണം. അപ്പം 14/2 എന്ന് പറയുന്നത് 7ആണ്. 7 + 3 10 വരും. ബ്രാക്കറ്റിനകത്ത് 10 വരും. 3 + 2 ഇവിടെ 9/2 ഞാൻ ഇങ്ങനെ എഴുതുക. ഇത് വെട്ടിപ്പോയി 2ആയി. 9 × 2 എത്രയായി? മൊത്തം പോയിട്ട് 18 വന്ന് 30 10 40 48ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ഡി. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. 97ാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ബ്ലഡ് റിലേഷനാണ് വന്നിരിക്കുന്നത്. എ ബിയുടെ സഹോദരനാണ് വന്നിരിക്കുന്നത്. അപ്പം എ ബിയുടെ സഹോദരൻ. അപ്പം എ എന്താണ്? മെയിലാണ്. ഇനി ബി സിയുടെ മകളാണ് പറയുന്നത്. അപ്പോൾ ബി എന്താണ്? ഡോട്ടറാണ്. ഇനി സി ഡിയുടെ മകനാണ് പറയുന്നത്. അപ്പോൾ സി മെയിലാണ്. അപ്പോൾ ഡിയുടെ വരും. ചോദിച്ചേക്കുന്നത് എയുടെ ആരാണ് ഡി എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്? 2 ജനറേഷൻ വരുന്നുണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താണ്? മുത്തശ്ശനെ ആവത്തുള്ളൂ. അച്ഛൻ വരില്ല, സഹോദരൻ വരില്ല, മകൻ വരില്ല. അപ്പോൾ എയുടെ ആരാണ് ഡി എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നോക്കേണ്ടത്. അതുകൊണ്ട് എന്തായാലും എന്താണ്? ഓപ്ഷൻ ഡി വരുള്ളൂ. 98ാമത്തെ ചോദ്യം എന്താ? 35 കുട്ടികളുള്ള ഒരു ക്ലാസ്സിലെ കുട്ടികളെ ക്യൂവിൽ നിർത്തിയപ്പോൾ മീരയുടെ സ്ഥാനം എന്ന് പറയുന്നത് മുന്നിൽ നിന്ന് 16 ആണെങ്കിൽ പിന്നിൽ നിന്ന് എത്രയാണെന്ന് ചോദിച്ചേക്കുന്നത്. അപ്പം മൊത്തം എത്രയാണ്? മൊത്തം 35 പേരുണ്ട്. അത് ഈ പുള്ളിക്കാരുടെ സ്ഥാനം ഇത് ഫ്രണ്ട്, ഇത് ബാക്ക്. അപ്പം ഫ്രണ്ടിൽ 16ാമതാണെന്നുണ്ടെങ്കിൽ ആദ്യം 15 പേര് കഴിഞ്ഞ് പിന്നെ മീര, അത് കഴിഞ്ഞ് പുറകിലേക്ക് എത്രയാണ്? 19 പേര് വരും. ഇനി ഇവിടെ ബാക്കിൽ നോക്കുമ്പോൾ എത്രയാണ്? മീരയുടെ ഫ്രണ്ടിൽ 19 പേരുണ്ട്. 20ാമത്തെ ആളാണ് മീര ബാക്കിൽ നോക്കുമ്പോൾ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഡയറക്ഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ഈ പുള്ളി എന്താണ്? ആദ്യം 100 മീറ്റർ തെക്കോട്ട് നടന്നു. അപ്പോൾ കൺവെൻഷൻ രീതി എടുക്കുകയാണെങ്കിൽ നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. അപ്പം 100 മീറ്റർ ആദ്യം തെക്കോട്ട് നടന്നു. പിന്നീട് ഈ പുള്ളി എന്താണ്? ഇടത്തോട്ട് തിരിഞ്ഞ് 200 മീറ്റർ നടന്നു. പിന്നെ എന്താണ്? അയാൾ വലത്തേക്ക് തിരിഞ്ഞ് 300 മീറ്റർ നടന്നു. വീണ്ടും അവിടെ നിന്ന് 200 മീറ്റർ വലത്തോട്ട് തിരിഞ്ഞ് നടന്നു. അപ്പം പിന്നെ 200 മീറ്റർ ഇങ്ങോട്ട് വന്നു. അപ്പോൾ ഇയാൾ നിൽക്കുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇവിടെയാണ്. ചോദിച്ചേക്കുന്നത് എന്താ? ഇപ്പോൾ അയാൾ വീട്ടിൽ നിന്ന് ഏത് ദിശയിൽ എത്ര അകലെയാണെന്ന് ചോദിച്ചേക്കുന്നത്. അപ്പം ഇത് വീട് 100 മീറ്റർ ഇത്രയും ദൂരം, പിന്നെ ഈ 300 മീറ്റർ കൂട്ടിയാൽ അപ്പം 100 200 കൂടെ കൂട്ടുമ്പോൾ എത്രയാണ്? അല്ല, 100 300 കൂടെ കൂട്ടുമ്പോൾ എത്രയാണ്? 400 വരും. അപ്പം 400 മീറ്ററാണ് വീട്ടിൽ നിന്ന് ദൂരം. ഈ ഏത് ഡയറക്ഷനിലാണ് വീട്ടിൽ നിന്ന് ഏത് ഡയറക്ഷനിലാണ് ഇയാൾ നിൽക്കുന്നത്? അത് തെക്കോട്ടാണ് നിൽക്കുന്നത്. വീട്ടിൽ നിന്ന് 400 മീറ്റർ തെക്ക് മാറിയാണ് ഇയാൾ നിൽക്കുന്നത്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ അടുത്ത ചോദ്യം ചെയ്യാം. 100ാമത്തെ ചോദ്യം, ലാസ്റ്റ് ചോദ്യമാണ്. ചോദിച്ചേക്കുന്നത് ഒരു സമാന്തര ശ്രേണിയിൽ 5ാം പദത്തിൻ്റെ 5 മടങ്ങും 9ാം പദത്തിൻ്റെ 9 മടങ്ങും തുല്യമായ 14ാം പദം എത്രയാണെന്ന് ചോദിച്ചേക്കുന്നത്. അപ്പോൾ 5ാം പദത്തിൻ്റെ 5 മടങ്ങ് എന്ന് പറയുമ്പോൾ എത്രയാണ്? 5ാം പദം എന്ന് പറയുമ്പോൾ a + 4d വരും. അതിൻ്റെ 5 മടങ്ങും ഈക്വൽ ടു, ഇനി 9ാം പദം എന്ന് പറയുന്നത് എത്രയാണ്? a + 8d ആണ്. അതിൻ്റെ 9 മടങ്ങ് ഈക്വലാണ് പറയുന്നത്. അപ്പോൾ ഇത് എന്താണ്? a +
4d/8d = എന്താണ്? 9/5 എന്ന് എഴുതാം. എന്താണ് ഇത്? രണ്ട് ഇക്വേഷനായിട്ട് കൺസിഡർ ചെയ്താൽ മതി. അതായത് a+4d ഇക്വേഷൻ നമ്പർ 1, a+8d ഇക്വേഷൻ നമ്പർ 2. അപ്പം ഇക്വേഷൻ നമ്പർ 1 ഇക്വേഷൻ നമ്പർ 2 സബ്സ്ട്രാക്ട് ചെയ്ത് എന്താ വരുന്നത്? a ക്യാൻസൽ ചെയ്ത് പോകും. -4d = എന്താണ്? 4 വരും. d എന്ന് പറയുന്നത് എന്താണ്? -1 ആണ് കോമൺ ഡിഫറൻസ് വരുന്നത്. അപ്പം d കിട്ടി. ഇനി a കിട്ടാൻ എന്താ ചെയ്യേണ്ട? ഈ d -1 കൊണ്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. അപ്പം a + -4 = 9 വരും. അതായത് a + -4 = 9 വരും. അപ്പം a എന്താ വരുന്നത്? a = 9, 4 കൂടെ കൂട്ടി എത്രയാണ്? 13 വരും. ഇപ്പം ഇവിടെ നമുക്ക് a ഫസ്റ്റ് ടൈമും കിട്ടി, കോമൺ ഡിഫറൻസ് കിട്ടി. ഇനി എന്താണ്? 14ാമത്തെ പദം കണ്ടുപിടിച്ചാൽ മതി. അതെങ്ങനെയാണ്? a + 30d ആണ് ചോദിച്ചേക്കുന്നത്. അപ്പം 13 × -1 ചെയ്യുമ്പോൾ എത്രയാണ്? -13 വരും. അപ്പം ആൻസർ എത്രയാണ്? 0 എന്ന് വരും. അതായത് 14ാമത്തെ പദം എന്ന് പറയുന്നത് എന്താണ്? 0. ആൻസർ എത്രയാണ്? ഇവയൊന്നും അല്ലാണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ഡി. ഇപ്പോൾ ഇവിടെ സ്റ്റേജ് 2 ക്യാൻസലായ ക്വസ്റ്റ്യൻ പേപ്പറിലെ മാത്സ് ആൻഡ് മെൻ്റാലിറ്റി ഫുള്ള് ക്വസ്റ്റ്യനും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്.